ഹലോ, അസ്സാം വലൈക്കും. ഞങ്ങൾ ഇന്നൊരു സൺഡേ ഫ്രീ ആയിട്ട് കിട്ടിയപ്പം ഞാൻ അനിയത്തി, ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ, അനിയത്തി പിന്നെ എൻ്റെ മോന്, നമ്മളെല്ലാവരും കൂടി മടവൂർ മക്കാം പള്ളിയിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി. സൺഡേ നേരത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് എണീക്കാൻ മടിയുള്ളൊരു ദിവസമാണല്ലോ ഈ സൺഡേ എന്ന് പറയുന്നത്. ഹോളിഡേ കിട്ടിയതല്ലേ. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ നന്ന ഏർലി മോർണിംഗ് ഒന്നുമല്ല, ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമാണ്, നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള ഒരു റോഡും കാര്യങ്ങളും സീനറിയൊക്കെ കണ്ടില്ലേ, പൊളിച്ചില്ലേ, നല്ല അടിപൊളി റോഡൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. പിന്നെ കോഴിക്കോട് ജില്ലയിലുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന പ്രശസ്തമായ ഒരു പള്ളിയാണ് മടവൂർ മക്കാം. അവിടുത്തെ പള്ളീൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങളിപ്പോൾ മെയിനായിട്ട് പള്ളിയിൽ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യണം. പിന്നെ എൻ്റെ ഉപ്പനെ ഖബറടക്കിയത് ആ പള്ളിയിലാണ്. ഞങ്ങളെ ഉപ്പൻ്റെ തറവാട് മക്കാമിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പള്ളിയായിട്ട് കുറച്ചും കൂടി കണക്ഷൻ ഉണ്ട്. അപ്പം മോന് കൊണ്ടിട്ട് ഉപ്പൻ്റെ ഖബറിൻ്റെ അവിടെ നിന്ന് സിയാറത്ത് ഏൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോകാം. അങ്ങനെ പള്ളിയിലെത്തിട്ടോ. ഈ പള്ളീൻ്റെ കവാടാണ് ഈ കാണുന്നത്, മെയിൻ എൻട്രൻസ്. അവിടുന്ന് കുറച്ച് ഉള്ളോട്ടൊക്കെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ പിന്നെയുള്ള റോഡൊക്കെ കുറച്ച് വളരെ മോശമായിട്ടുള്ള റോഡാണ്. കട്ടറും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും സീനറിക്ക് ഒരു മോശമില്ല, നല്ല പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള സീനറിയാണ്. ഇനി പള്ളി കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ മടവൂർ CM മക്കാം പള്ളി. അങ്ങനെ പള്ളീൻ്റെ എൻട്രൻസ് കവാടാണ് ഈ കാണുന്നത്. അവിടേക്ക് വണ്ടി എടുത്ത് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളോട്ട് പോയി. അങ്ങനെ മക്കാമിൽ സിയാറത്തൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ ഉള്ള ഒരു ചെറിയ കുളമാണ്. ആ കുളത്തിൽ 2-3 മീനൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പൈസ എവിടെ നിന്നൊക്കെ വന്നവരാ തോന്നുന്നു, ഇങ്ങനെ പൈസ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്തിൻ്റെ പ്രതീകമായിട്ടാണ് പൈസ ഇടുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അതെന്താ നോക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കി. പിന്നെ ആ കാണുന്നത് കേട്ടോ എൻ്റെ ഉപ്പൻ്റെ ഖബർ. അത് ഭയങ്കരമായിട്ട് മീസാങ്കാലിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പയും മോനും കൂടി അത് തുടച്ച് വൃത്തിയാക്കി ദോയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.